വെൽക്കം ടു മൈ സ്റ്റഡി ഹബ് ക്ലാസ്സസ്. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് CA സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ വെബ്സൈറ്റിന്റെ പേര് www.mystudyhub.co.in എന്നാണ്. നിങ്ങൾക്ക് കുറെ ഡൗട്ടുകൾ ഉണ്ടാവും, എങ്ങനെയായിരിക്കും പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ ആപ്പ് ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് എന്താണ് നിങ്ങൾക്ക് ഡൗട്ട് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് എന്താണ് എങ്ങനെയാണ് സൈറ്റ്, ഓക്കെ, അപ്പൊ അതിൽ എങ്ങനെയാണ് ക്ലാസ്സസ് പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ളതിന് ജസ്റ്റ് ഒരു വീഡിയോ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഗൂഗിൾ ക്രോം എടുക്കുക, ഇൻകോഗ്നിറ്റോ എടുക്കണമെന്നില്ല. നമ്മളിവിടെ മൈ സ്റ്റഡി hub.co.in എന്നടിക്കുന്നു, സെർച്ച് ചെയ്യുന്നു. യെസ്, അപ്പൊ നമ്മുടെ വെബ്സൈറ്റ് എന്ത് ചെയ്യും, ഓപ്പൺ ആവും. ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. അപ്പൊ എന്താണ് നമ്മുടെ ഇപ്പം അപ്ലോഡ് ചെയ്തേക്കുന്ന ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ EIS ഓഡിറ്റും അതിന്റെ കോംബോ ആണ്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള ക്ലാസ്സസ് ഞാൻ പറഞ്ഞ പോലെ എന്താണ് ഇൻ ദ കമ്മിങ് വീക്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പം ഓഡിറ്റിംഗ് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഒന്നുമില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ ഓഡിറ്റിംഗിന്റെ മറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ വരും. നമ്മളിവിടെ 3 മോഡാണ് കൊടുക്കുന്നത്. ഒന്ന് വിൻഡോസ്, 2 ആൻഡ്രോയിഡ്, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ 2 വിൻഡോസും ആൻഡ്രോയിഡും 2 വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളുടെ ക്ലാസ് പർച്ചേസ് ചെയ്യാനുള്ളൊരു സൈറ്റ്. ഇതിൽ നിങ്ങൾക്ക് പ്രൊഡക്ട്സിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, മറ്റ് ഹൈലൈറ്റ്സ്, ഫാക്കൽറ്റി ഇൻഫോ, സാമ്പിൾ ഡോക്യുമെന്റ്സ്, ഇപ്പോൾ ഡെമോ ക്ലാസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എല്ലാം ഇതിൽ അവൈലബിൾ ആവും. അപ്പോൾ എങ്ങനെയാണ് ഈ ക്ലാസ് പർച്ചേസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വിൻഡോസ് ആൻഡ് ആൻഡ്രോയിഡ് ആണ് ഇപ്പം എക്സാമ്പിൾ വേണ്ടിയിട്ട് കാണിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ അപ്ലൈ കൂപ്പൺ കോഡ് എന്ന ഫീച്ചറിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒരു കൂപ്പൺ കോഡ് ജനറേറ്റ് ആക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, ഇവിടെ യു നീഡ് ടു ലോഗിൻ ടു അപ്ലൈ ദിസ് കൂപ്പൺ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ലോഗിൻ ചെയ്യാം. ലോഗിൻ ടു പ്രൊസീഡ്. അപ്പൊ ഞാൻ എന്റെ നമ്പർ അടിക്കുന്നു. ഓക്കെ, ഇതിലേക്കൊരു OTP വരും. ആ OTP എന്ത് ചെയ്യാം, അതിലേക്ക് അടിച്ചു കൊടുക്കുക. അപ്പൊ ഞാൻ ഇതിൽ ലോഗിൻ ആയി. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാം. വെൽക്കം 55 അപ്ലൈ. നിങ്ങൾക്ക് എന്താണ് അപ് ടു 55 ആണെന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ 56% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം 1519 റുപ്പീസിന് വിൻഡോസും ആൻഡ്രോയിഡും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാങ്ങാം. അപ്പൊ ആൻഡ്രോയിഡ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഈ സെയിം പ്രോസസ് അപ്ലൈ ചെയ്യുക, 840 റുപ്പീസിന് വാങ്ങാം. സെയിം വിൻഡോസ് ആണെങ്കിലും അങ്ങനെ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇത് പർച്ചേസ് ചെയ്യുന്നു. പർച്ചേസ് ചെയ്യാനുള്ള മെത്തേഡാണ് അപ്ലൈ ചെയ്തു. ഓക്കെ, കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്തു, 1519 ബൈ നൗ കൊടുക്കുന്നു. എന്റെ ഡീറ്റെയിൽസ് എല്ലാം ഓൾറെഡി ഇതിനകത്ത് ഫീഡ് ചെയ്തത് കൊണ്ട് മാത്രം ഇതിങ്ങനെ വരുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും അതേപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ആൻഡ് അഡ്രസ് ഒക്കെ ഇപ്പൊ ഇത്രയും അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേയ്മെന്റിലേക്ക് പോവാം. പേയ്മെന്റിലേക്ക് പോകുന്ന ടൈമിൽ റീഫ്രഷ് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അതൊക്കെ യൂഷ്വലി നിങ്ങൾ പൈസയുടെ സൈറ്റ് ചെയ്യുന്ന പോലെയൊക്കെ തന്നെ. ഓക്കെ, സെയിം സാധനം, സെയിം ഫീച്ചേഴ്സ് ഒക്കെയാണ്. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI, വാലറ്റ്, EMI ഫീച്ചർ ഇപ്പോഴത്തേക്ക് അവൈലബിൾ അല്ല. എനിവേസ്, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, UPI വഴിയോ ഡെബിറ്റ് കാർഡ് വഴിയോ ബാക്കിയുള്ള ഏത് ഫീച്ചേഴ്സ് വഴിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സസ് പർച്ചേസ് ചെയ്യാം. UPI ആണെങ്കിൽ UPI എടുക്കുക, ഫോൺ പേ, ഗൂഗിൾ പേ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ വരും. ഓക്കെ, അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഏതെങ്കിലും ഒരു UPI ആപ്പ് എടുക്കുക, QR സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പേ കൊടുക്കുക. പേ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു QR കോഡ് വരും, സ്കാൻ ചെയ്ത് അതിൽ തന്നെ പേയ്മെന്റ് കൊടുക്കുക. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പം EIS വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം, EISന്റെ ക്ലാസ് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നതെന്ന്. ഓക്കെ, EISന്റെ ക്ലാസ് റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ 1250 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് വിൻഡോസ് ആണെന്നുണ്ടെങ്കിൽ 1250, അപ്ലൈ കോഡ് വെൽക്കം 55 എന്ത് ചെയ്യാം, നിങ്ങൾക്ക് 1000 അവൈൽ ചെയ്യാം. അതേപോലെ തന്നെ ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് എടുക്കുക 1000. വിൻഡോസ് പ്ലസ് ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ 1999 ആണ്. അപ്ലൈ കോഡ് കൊടുക്കുമ്പോൾ 1599 എന്ത് ചെയ്യാം, നിങ്ങൾക്ക് EIS പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഫീച്ചർ. ഇങ്ങനെയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. ബൈ നൗ കൊടുക്കാം, എന്നിട്ട് പർച്ചേസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യുക. എന്നിട്ട് ലോഗിൻ ടു പ്രൊസീഡ് എന്ന് പറഞ്ഞു വരും, അതിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്ത് പേയ്മെന്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബേസിസിൽ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് വരിക എന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക. ഓക്കെ, 8136918412. ഓക്കെ, അപ്പൊ അതിലേക്ക് വിളിക്കുക, അല്ലെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജ് ഒക്കെ അയക്കാം. മെസ്സേജ് അയച്ച് എന്തെങ്കിലും ക്വരീസ് മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പം വെബ്സൈറ്റ് യൂസ് ചെയ്ത് ക്ലാസ്സസ് പർച്ചേസ് ചെയ്യാം. അപ്പം വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം, എങ്ങനെയാണ് അതിന്റെ ഇന്റർഫേസ് ആപ്പ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം.
ഇതാണ് നിങ്ങളുടെ ആപ്പ്. ഓക്കെ, നിങ്ങൾ ക്ലാസ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പർട്ടിക്കുലർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക്, ഓക്കെ, അതേപോലെ പ്ലേ സ്റ്റോറിലുള്ള ലിങ്കും അതേപോലെ തന്നെ വിൻഡോസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്കും അതിൽ വരും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് സെലക്ട് ചെയ്യുന്നു, ഓപ്പൺ ആക്കി എന്താണ് എങ്ങനെയായിരിക്കും ക്ലാസ് വരുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസും പ്ലേ സ്റ്റോർ ആപ്പ് വേണമെങ്കിൽ അങ്ങനെ അത് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോർ ആപ്പ് പോകും. ഓക്കെ, അപ്പോൾ അതിലേക്കുള്ള ലിങ്ക് കാര്യങ്ങൾ വരും. വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, വെബ്സൈറ്റിലേക്ക് പോകും. അതൊക്കെ വേറെ. നിങ്ങൾ എന്താണ് ക്ലാസ് പർച്ചേസ് ചെയ്തു, ക്ലാസ് പർച്ചേസ് ചെയ്തിട്ട് ക്ലാസ്സസ് ക്ലിക്ക് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഈ ഒരു ക്ലാസ് എടുത്ത് നോക്കാം. അപ്പോൾ എന്താണ് ഇതിൽ കാണിക്കുന്നത്, ഞാനിപ്പോൾ എന്താണ് ഒരു ഡിവൈസാണ് എടുത്തേക്കുന്നത്, ലൈക്ക് വിൻഡോസ് ആണ് എടുത്തേക്കുന്നത്. സോ എന്താണ് ഇവിടെ പറയുന്നത്, യു ക്യാൻ ഓൺലി രജിസ്റ്റർ 1 ഡിവൈസ് ഫോർ ദിസ് ക്ലാസ്. വാലിഡിറ്റി വിൽ സ്റ്റാർട്ട് ഓൺ രജിസ്റ്ററിങ് യുവർ ഫസ്റ്റ് ഡിവൈസ്. എന്നാണോ നിങ്ങൾ ഫസ്റ്റ് ഡിവൈസ് രജിസ്റ്റർ ചെയ്യുന്നത് അന്നായിരിക്കും നിങ്ങളുടെ വാലിഡിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. വാലിഡിറ്റി എൻഡ് ചെയ്യുന്നത് എക്സാമിൻ്റെ അന്നായിരിക്കും. അത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താലും സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിലും എന്ത് ചെയ്യും, അന്ന് വാലിഡിറ്റി കഴിയും. ഓക്കെ, പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം വിൻഡോസ് ആണ് എടുത്തേക്കുന്നത്. ഓക്കെ, വിൻഡോസ് മോഡാണ് എടുത്തേക്കുന്നത്. പക്ഷേ എന്ത് ചെയ്തു, നിങ്ങൾ മൊബൈലിൽ രജിസ്റ്റർ ചെയ്തു. മൊബൈലിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മൊബൈലിൽ മാത്രമേ നിങ്ങൾക്ക് പിന്നെ ക്ലാസ് കാണാൻ പറ്റുള്ളൂ. നിങ്ങൾ വിൻഡോസ് ആണ് എടുത്തത്, എനിക്ക് വിൻഡോസിലേക്ക് ആക്സസ് കിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കണം. വിൻഡോസ് ആണ് എടുത്തേക്കുന്നതെന്നുണ്ടെങ്കിൽ വിൻഡോസിൽ മാത്രമേ രജിസ്റ്റർ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ്, ഇപ്പോൾ ഞാനിവിടെ രജിസ്റ്റർ ചെയ്യാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വായിക്കുക, ദെൻ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തപ്പോൾ എന്താണ്, എനിക്കിപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് കിട്ടും. ഓക്കെ, അപ്പോൾ എന്നാൽ ഞാൻ ഇത് ഈ ക്ലാസ് എടുക്കുകയാണ്, ഫസ്റ്റ് ക്ലാസ്. ഇവിടെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതെന്താണ് സ്ക്രീൻ ഷെയറോ അല്ലെങ്കിൽ മറ്റ് വീഡിയോ എടുത്തോ അങ്ങനെയൊന്നും ഷെയർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലേ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് ആണ്. നിങ്ങൾക്ക് ഇവിടെ എന്താ സ്പീഡ് കൂട്ടാനുള്ള ഓപ്ഷനും മറ്റ് കാര്യങ്ങളും ഒക്കെ എന്താണ് ഇതിലുണ്ട്. സ്കിപ്പ് ചെയ്യാൻ, ലൈക്ക് സ്കിപ്പ് ഫോർവേഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും മറ്റ് കാര്യങ്ങളൊക്കെ എന്താണ് ഈ പർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ചെയ്യാം, വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇത് ഡൗൺലോഡ് ചെയ്ത് കാണാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കാണുന്നതിന് മുൻപായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണ് ഈ പർട്ടിക്കുലർ വീഡിയോസ് ഡൗൺലോഡായി കിടക്കേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പോൾ വേറൊരു ഫോൾഡർ എടുത്തിട്ട് ഞാൻ എന്താണ് ഒരു ലൊക്കേഷൻ സേവ് ചെയ്യാം. ഓക്കെ, ഒരു ലൊക്കേഷനിൽ സേവ് ചെയ്യാം, എന്നിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഡൗൺലോഡ് ചെയ്യുക, വേറെ ഒന്നും അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഡൗൺലോഡ് ചെയ്യാണ്. ഡൗൺലോഡിങ് കാണിക്കുന്നുണ്ട്. പിന്നീടാണെങ്കിൽ നെറ്റില്ലാതെ കാണാം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഫീച്ചർ. ഓക്കെ, അപ്പോൾ ഡൗൺലോഡായിട്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, വൈഫൈ ഒന്ന് ഓഫ് ചെയ്യാം. ഞാൻ വൈഫൈ ഇനി പ്ലേ ആവുന്നുണ്ടോ നോക്കാം. യു ആർ കറൻ്റ്ലി ഓഫ്ലൈൻ. ഓക്കെ, ഇത് പ്ലേ ആവുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സാധനം എന്താണ്, പ്ലേ ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ക്ലാസ്സസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇത് തന്നെ എന്താണ് സെയിം ആപ്ലിക്കബിൾ ഇൻ മറ്റതർ പ്രൊഡക്ട്സ് എല്ലാം. ഓക്കെ, അപ്പോൾ എല്ലാത്തിലും ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. എല്ലാം ഇങ്ങനെ തന്നെ ഇതേ സെയിം രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ഓക്കെ, അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഡൗട്ട്സ് മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്നെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ 8136918412. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സാപ്പ് ചെയ്യാം അല്ലെങ്കിൽ കോൾ ചെയ്യാം. ഓക്കെ, താങ്ക് യു.